കയ്യിലുണ്ടായിരുന്ന MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയ PV അൻവർ ഒരു കാര്യം മാത്രമാണ് അന്ന് പ്രധാനമായും പറഞ്ഞത്. തൻ്റെ ഇനിയുള്ള കാലത്തെ പ്രവർത്തനം അത് പിണറായി വിജയനെയും CPM-നെയും രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്പം അത് കൂടിപ്പോയില്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാലും അൻവർ അതിനുശേഷം വെറുതെ ഇരുന്നിട്ടില്ല. അതാണ് ഈ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതും. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ CPM-ന്റെ നേതാക്കളുടെ വീട്ടിൽ കയറി തല തല്ലിപ്പൊളിക്കുമെന്ന രീതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ചുങ്കത്തറയിൽ നടന്ന UDF-ന്റെ ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ തന്നെയോ UDF-നെയോ CPM ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുമെന്നും അത് മറ്റാരെയുമായിരിക്കില്ല CPM-ന്റെ നേതാക്കളെ തന്നെ ആയിരിക്കുമെന്ന് പറയുവാനാണ് PV അൻവർ അന്ന് തയ്യാറായത്. PV അൻവറിന്റെ ഭാഷയിൽ ഭീഷണിയൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു ഭയമില്ല എന്ന് കരുതുന്നവരുമുണ്ട്. CPM-ഉമായും പിണറായി വിജയനുമായും തെറ്റിപ്പിരിഞ്ഞ ആറ്റുനോറ്റുണ്ടാക്കിയ MLA സ്ഥാനം രാജിവെച്ച് LDF-ൽ നിന്ന് പുറത്തിറങ്ങിയ PV അൻവർ അന്ന് ശപഥം ചെയ്തത് ഒന്നു മാത്രമാണ്: കേരളത്തിലെ CPM-നെയും പിണറായി വിജയനെയും ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി തമിഴ്നാട്ടിലെ DMK-യുമായി സഹകരിച്ച് ഈ പണം അങ്ങോട്ട് നൽകി ഇവിടെ അതിൻ്റെ ഒരു ഘടകം ആരംഭിച്ച് അതിൻ്റെ പേരിൽ UDF-ൽ അംഗത്വം നേടുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു ചോയ്സ്. അതിനായി മലപ്പുറത്തൊരു വലിയ പൊതുസമ്മേളനമൊക്കെയായി DMK-യുടെ പേരിൽ നടത്തിയെങ്കിലും DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ NK സ്റ്റാലിനും അദ്ദേഹവും കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തമ്മിലുള്ള അടുപ്പത്തെ മുൻനിർത്തി പിണറായിയുടെ ആവശ്യപ്രകാരം DMK PV അൻവറിനെ അങ്ങനെ തള്ളിപ്പറയുകയായിരുന്നു. അതിനുശേഷമാണ് പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അൻവർ അതുകൊണ്ടൊന്നും തളരാതെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ അങ്ങനെ സ്വാധീനിച്ച് അവർക്കൊക്കെ പാരിതോഷങ്ങളും നൽകി തൃണമൂലിൻ്റെ ഒരു ശാഖ ഇവിടെ ഈ കേരളത്തിൽ തുടങ്ങുവാനുള്ള അനുവാദം നേടിയെടുത്തത്. അതും തൃണമൂലിനെ വളർത്തുവാനൊന്നുമല്ല അതിൻ്റെ കാരണമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പേരിലെങ്കിലും UDF-ലേക്കുള്ള പ്രവേശനം സാധ്യമാകണം. PV അൻവർ UDF-ലേക്ക് വരുന്ന കാര്യത്തിൽ ആകെ ഈ UDF-ൽ എതിർപ്പുണ്ടായിരുന്നത് കോൺഗ്രസിലെ VD സതീശന് മാത്രമായിരുന്നു. എന്നാൽ താൻ മാത്രം ഈ കാര്യത്തിൽ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാണ് VD സതീശൻ നയിച്ച ആ ജാഥയിൽ പോലും അൻവറിനെ അങ്ങനെ കൂട്ടാൻ സതീശൻ തയ്യാറായത്. LDF-ൽ നിന്ന് പുറത്തേക്ക് പോന്നപ്പോൾ അൻവർ ചെയ്ത ശപഥത്തിൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊന്നായിരുന്നു LDF-ന്റെ കീഴിലുള്ള നിരവധി പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റികളുമൊക്കെ അത് UDF-ലേക്ക് മാറ്റുമെന്നുള്ളത്. അൻവറിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ അത്തരത്തിൽ 21 പഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും ഉണ്ടത്രേ. അതിൽ ഭൂരിഭാഗവും താൻ കൂടി പണിയെടുത്തിട്ടാണ് LDF-ന് കിട്ടിയത്. അതുകൊണ്ട് താൻ കൂടി അധ്വാനിച്ചുണ്ടാക്കിയ ഭരണം അതങ്ങനെ LDF ഒറ്റയ്ക്കൊന്നും കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിലുള്ള LDF-ന് എതിരെ UDF അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. നിലവിൽ LDF-ഉം UDF-ഉം തുല്യമായിട്ടുള്ള 10-10 എന്ന ആ ഒരു സംഖ്യയിൽ നിൽക്കുന്ന ചുങ്കത്തറയിൽ LDF-ന്റെ അംഗമായിട്ടുള്ള നുസൈബ സുധീറിനെ കൊണ്ട് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യിക്കുവാൻ PV അൻവറും കൂട്ടരും നേരത്തെ തന്നെ പദ്ധതിയെല്ലാം തയ്യാറാക്കിയിരുന്നു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വോട്ടെടുപ്പിന് മുൻപേ പഞ്ചായത്തിന് മുന്നിൽ രാവിലെ തന്നെ CPM പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയതും UDF-ന്റെ പ്രവർത്തകരൊക്കെ പിന്നീട് അവിടെ എത്തിയതും ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ അവിടെ ഇരുകൂട്ടരും ഉണ്ടായെങ്കിലും നേരത്തെ തന്നെ കോടതിയിൽ നിന്നും പോലീസ് സംരക്ഷണം ഉറപ്പാക്കിയ ഈ അൻവറും കൂട്ടരും വോട്ടെടുപ്പിൽ അങ്ങനെ UDF-ന്റെ വിജയം സുനിശ്ചിതമാക്കുകയായും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന് അവിടെ ഭരണം നഷ്ടമാകുകയും ചെയ്തു. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത്. ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട്. മറ്റ് വെടിക്കെട്ടൊക്കെ ഈ മാലപ്പടക്കം പോലുള്ള കാര്യങ്ങളൊക്കെ അത് പുറകെ വരികയാണെന്നാണ് അൻവർ പറയുന്നത്. ഇതിനിടയിൽ LDF-ൽ നിന്ന് കൂറുമാറിയ നുസൈബയ്ക്കെതിരെ CPM നേതാക്കൾ നടത്തിയ ഭീഷണിക്കെതിരെയാണ് ഇപ്പോൾ അന്നിവിടെ അൻവറും മറ്റും UDF നേതാക്കളും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു കാലത്ത് അൻവറിൻ്റെ മുഖ്യ എതിരാളിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തും ഇപ്പോൾ അൻവറിൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. CPM-നൊപ്പം കൂടിയിരുന്ന കാലഘട്ടത്തിൽ അൻവറിനറിയാം അവരുടെ ഉള്ളിലെ ഈ കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ നൽകിയാണ് ഈ ക്രിമിനലുകളെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ CPM പറഞ്ഞു വിടുന്നതെന്ന് അൻവർ ഇപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്. അങ്ങനെ വന്നാൽ ആ പണി അൻവറിൻ്റെ നേതൃത്വത്തിൽ UDF-ലും നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. ഒരു കാര്യം സത്യമാണ്, CPM-ന്റെ ശാരീരിക ആ മുഷ്കിന് മുന്നിൽ ഇവിടെ കേരളത്തിൽ RSS-ഉം BJP-യും ഒക്കെ പലപ്പോഴും അവരോടങ്ങനെ മുട്ടി നിൽക്കുമെങ്കിലും UDF-ന് അത് പലപ്പോഴും
പലപ്പോഴും സാധ്യമായിരുന്നില്ല. അതിനൊരു മാറ്റമാണ് PV അൻവറിലൂടെ UDF കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു സായുധ സേന തന്നെ ഇങ്ങനെ രൂപപ്പെടുമ്പോൾ തങ്ങളെ ഇനി ആർക്കും ഇവിടെ തോൽപ്പിക്കാനാകില്ല എന്നൊരു സ്വപ്ന ലോകത്താണ് ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് ഘടക കക്ഷികളും.